എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സാപ്പ് ഈ വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കാൻ പോകുന്ന 3 പുതിയ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി മേഖലയിലെ ഏറ്റവും പുത്തൻ അറിവുകൾ വീഡിയോ രൂപത്തിൽ അപ്പോൾ ലഭിക്കുന്നതിനായി ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം വീഡിയോ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി തൊട്ട് വലതുഭാഗത്തായുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സെൻഡ് മീ ഓൾ നോട്ടിഫിക്കേഷൻസ് ഫോർ ദിസ് ചാനൽ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സേവ് ചെയ്യുക. പറഞ്ഞതുപോലെ പുതിയ 3 ഫീച്ചേഴ്സുകളാണ് വാട്സാപ്പിൽ വരാൻ പോകുന്നത്. അതിലൊന്നാമത്തേത്, നമ്മളെല്ലാവരും വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലും ഇൻഡിവിജ്വലുമായിട്ടൊക്കെ അയക്കാറുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഈ മൈക്ക് പ്രസ് ചെയ്ത് കുറച്ച് ദീർഘമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും അറിയാതെ ഈ മൈക്ക് സിമ്പിൾ റിലീസ് ചെയ്ത് പോകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മുഴുവിക്കാത്ത ഒരു വോയിസ് മെസ്സേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് കിട്ടുക. അത് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത്തരം സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഫീച്ചർ വന്നിരിക്കുന്നത്. അതായത് നമ്മളിനി മുതൽ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഈ മൈക്ക് സിമ്പിൾ പ്രസ് ചെയ്ത് മുകളിലോട്ട് കാണുന്ന ലോക്കിലേക്ക് ഈ മൈക്ക് സിമ്പിൾ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. അതിന് ആവശ്യം കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ ഇനി അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്കത് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതുമാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ, നമ്മൾ എല്ലാവരും ഇഷ്ടംപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. ചിലരൊക്കെ ചില ഗ്രൂപ്പിൻ്റെയൊക്കെ അഡ്മിന്മാരും ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്തിനെപ്പറ്റി ഉള്ളതാണെന്നോ എന്താണ് ആ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പറയാനുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഏരിയ നിലവിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കില്ല. എന്നാൽ പുതിയ അപ്ഡേഷൻസ് പ്രകാരം വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻഫോ കൊടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണുന്ന ഈ മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഗ്രൂപ്പ് ഇൻഫോ, ഇതൊക്കെ സാധാരണ കാണുന്ന പോലെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഗ്രൂപ്പ് ഇൻഫോ പ്രസ് ചെയ്ത ശേഷം അവിടെ കാണുന്ന ആഡ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ എന്നൊരു പുതിയ മെനു ഇവിടെ കാണാം. അവിടെ നമുക്ക് നമ്മളെ ഗ്രൂപ്പ് എന്തിനെ പറ്റിയാണ് എന്നതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്ത് സേവ് ചെയ്താൽ ഈ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കുമൊക്കെ ഈ ഗ്രൂപ്പ് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് പറ്റിയ ഒരു വിവരം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഓക്കെ കൊടുത്താൽ അത് അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും വാട്സാപ്പ് വഴി വീഡിയോ കോളും ഓഡിയോ കോളും ഒക്കെ വിളിക്കാറുണ്ട്. അതായത് വാട്സാപ്പിൽ നിലവിൽ വോയിസ് കോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വീഡിയോ കോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. എന്നാൽ പുതിയ അപ്ഡേഷൻ പ്രകാരം നമ്മൾ ഒരാളെ ഓഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള വീഡിയോ മോഡിലേക്കോ അല്ലെങ്കിൽ ഓഡിയോ മോഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ പുതിയ വാട്സാപ്പ് ഫീച്ചറായിട്ട് പുറത്തു വരാൻ പോവുകയാണ്. ഈ 3 ഫീച്ചറുകളാണ് വാട്സാപ്പിൽ പുതുതായിട്ട് വരാൻ പോകുന്നത്. ഒരു കാര്യം കൂടി, നിലവിൽ ഈ ഫീച്ചേഴ്സ് വാട്സാപ്പിൻ്റെ ബീറ്റ വേർഷനുകളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഉടൻ തന്നെ അതിൻ്റെ പ്ലേ സ്റ്റോർ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ടെക്നോളജി അപ്ഡേറ്റ്സ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി.